ഓരോ മാസം കഴിയുന്തോറും ഓലയുടെ വിൽപ്പനയും മാർക്കറ്റ് ഷെയറും ടോപ്പ് 10 സെയിൽസ് ലിസ്റ്റിലെ സ്ഥാനവുമെല്ലാം വളരെ വേഗത്തിലാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇത്തവണ ആദ്യമായിട്ട് ഓല ടോപ്പ് 5 ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഓല ലോഞ്ച് ചെയ്ത അതേ ദിവസം തന്നെ ലോഞ്ച് ചെയ്ത മറ്റൊരു കമ്പനിയാണ് സിമ്പിൾ എനർജീസ്. അവർ ഇത്തവണ ആദ്യമായിട്ട് ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമസ്കാരം. 2026 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. 1,09,465 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് 2026 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ, അതായത് ജനുവരി മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 8.7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഇയർ ഓൺ ഇയർ സെയിൽസിൽ, അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 47% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില മാസങ്ങളിലൊക്കെ മൊത്തം വിൽപ്പന പിറകോട്ട് പോകുന്നതായി നമ്മൾ കാണാറുണ്ടെങ്കിലും ഓരോ വർഷം കഴിയുന്തോറും ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന, അത് ഏത് വാഹനമായാലും വളരെ മികച്ച രീതിയിലുള്ള വർധനവ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം നമ്മൾ എടുക്കുന്നത് പരിവാഹൻ എന്ന് പറയുന്ന ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. രജിസ്ട്രേഷനും കഴിഞ്ഞ് റോഡിലിറങ്ങിയ വാഹനങ്ങളുടെ കണക്കാണിത്. അതുപോലെ ഇത്തവണ ഫെബ്രുവരി മാസം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 2-3 ദിവസത്തെ വിൽപ്പനയുടെ കുറവുണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്കിനി ഇത്തവണത്തെ ടോപ്പ് 10 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. റിവോൾട്ട് മോട്ടോഴ്സ് ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ ടോപ്പ് 10 ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ കഴിഞ്ഞ തവണ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന പ്യൂർ ഇവി ആണ് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത്. ജനുവരി മാസത്തിൽ 666 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ട് മോട്ടോഴ്സിന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 651 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 2%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 12% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.5% ഇവരുടെ മാർക്കറ്റ് ഷെയർ. സിമ്പിൾ എനർജീസ് ആണ് ഇത്തവണ 9ാം സ്ഥാനത്തുള്ളത്. ആദ്യമായിട്ടാണ് സിമ്പിൾ ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. ജനുവരി മാസത്തിൽ 514 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിളിന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 764 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 48% വളരെ മികച്ച വളർച്ചയാണ് സിമ്പിൾ കൈവരിച്ചിരിക്കുന്നത്. ഇവരുടെ ഇയർ ഓൺ ഇയർ സെയിൽസ് ലഭ്യമല്ല. 0.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. റിവർ മൊബിലിറ്റിയെ പോലെ തന്നെ കൂടുതൽ ഷോറൂമുകൾ ഇല്ലാത്തത് കാരണം വിൽപ്പന അധികം നടക്കാത്ത കമ്പനിയായിരുന്നു സിമ്പിൾ എനർജീസും. പക്ഷെ ഇപ്പൊ ഈ 2 കമ്പനികൾക്കും കേരളത്തിൽ പല ഭാഗങ്ങളിലായി പുതിയ ഷോറൂമുകൾ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ ഇവരുടെ വിൽപ്പന കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്തവണ സിമ്പിൾ എനർജീസ് ലിസ്റ്റിൽ ഇടം പിടിച്ചപ്പോൾ കഴിഞ്ഞ തവണ ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന സ്പ്രിന്റോ എന്ന കമ്പനിയാണ് പുറത്തുപോയിരിക്കുന്നത്. ഒരു പടി താഴേക്കിറങ്ങി റിവർ മൊബിലിറ്റി ഇത്തവണ 8ാം സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 7ാം സ്ഥാനത്തായിരുന്നു. യമഹയും റിവറും ചേർന്ന് ഇറക്കുന്ന EC06 വേണ്ടി ഒരുപക്ഷെ പലരും കാത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും റിവർ ഇന്ത്യയുടെ വിൽപ്പന കുറയാനുള്ള കാരണം. അതെന്റെ ഒരു സംശയം മാത്രമാണ് കേട്ടോ. എന്തായാലും ജനുവരി മാസത്തിൽ 2574 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവറിന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2255 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 12% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 320% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ റിവർ മൊബിലിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു പടി മുകളിലേക്ക് കയറി ബിഗോസ് ഓട്ടോ ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 8ാം സ്ഥാനത്തായിരുന്നു. ജനുവരി മാസത്തിൽ 2475 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2411 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 103% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട്. 2% ഇവരുടെയും മാർക്കറ്റ് ഷെയർ. ഓല ഇലക്ട്രിക് ആണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 5ാം സ്ഥാനത്തായിരുന്നു. ആദ്യമായിട്ടാണ് ഓല ടോപ്പ് 5 ലിസ്റ്റിൽ നിന്നും പുറത്തു പോകുന്നത്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വണ്ടി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് കൃത്യമായ സർവീസ് നൽകിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഏത് കൊമ്പത്തിരിക്കുന്ന കമ്പനിയാണെങ്കിലും ജനങ്ങൾ തന്നെ വലിച്ച് താഴെയിടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. ഓല ഇലക്ട്രിക് എന്ന കമ്പനിയുടെ ഡയറക്റ്റ് സെയിൽസ് ആൻഡ് സർവീസ് എന്ന കോൺസെപ്റ്റ് മാറ്റി ഏജൻസികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും ഓല 1ാം സ്ഥാനത്ത് തന്നെ ഉണ്ടാവുമായിരുന്നു. എന്തായാലും നിലവിൽ ജനങ്ങളുടെ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചുവരവും ബുദ്ധിമുട്ടായിരിക്കും. തിരിച്ചു വരാൻ സാധിച്ചാൽ വളരെ നല്ലത്. ജനുവരി മാസത്തിൽ 7512 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3968 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 47% വലിയൊരു ഇടിവാണ് ഓല നേരിട്ടിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലും 13% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. 3.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ.
50% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു കമ്പനി മോശം സർവീസ് കാരണം എത്ര പെട്ടെന്നാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതെന്ന് നോക്കിയേ. എല്ലാ കമ്പനികൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. കസ്റ്റമർ ഈസ് കിങ് എന്നാണല്ലോ. അവർക്കിട്ട് ഒരിക്കലും പണിയാൻ നിൽക്കരുത്. പണിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അതേത് കമ്പനി ആണെങ്കിലും ശരി. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയായിരിക്കും ടോപ്പ് 5 ലിസ്റ്റിൽ ഉണ്ടാവുക എന്ന്, അല്ലേ? സ്ഥാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഓലയെ പിന്തള്ളി 5ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഗ്രീവ്സ് ഇലക്ട്രിക് ആണ്. കഴിഞ്ഞ തവണ ഇവർ 6ാം സ്ഥാനത്തായിരുന്നു. ജനുവരി മാസത്തിൽ 5335 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 4511 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 15% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 44% മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട്. 4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഹീറോ മോട്ടോകോർപ്പ് വീഡയാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജനുവരി മാസത്തിൽ 13274 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 12516 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 5% ഇടിവാണ് നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 392% വളരെ മികച്ച വളർച്ചയാണ് ഹീറോ മോട്ടോകോർപ്പ് വീഡ കൈവരിച്ചിരിക്കുന്നത്. 11% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഏഥറാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജനുവരി മാസത്തിൽ 21923 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 20555 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 6% ഇടിവാണ് നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 83% മികച്ച വളർച്ച കൈവരിക്കാൻ ഏഥറിന് സാധിച്ചിട്ടുണ്ട്. 18% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ബജാജ് ചേതക്കാണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജനുവരി മാസത്തിൽ 25520 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ചേതക്കിന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 25328 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 18% വളർച്ചയാണ് ബജാജ് ചേതക് കൈവരിച്ചിരിക്കുന്നത്. 23% ഇവരുടെ മാർക്കറ്റ് ഷെയർ. TVS തന്നെയാണ് 1ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവർ തന്നെയാണ് 1ാം സ്ഥാനത്ത്. ജനുവരി മാസത്തിൽ 34440 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച TVSന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 31615 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 8% ഇടിവാണ് TVS നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 82% മികച്ച വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 28% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ. സുസുക്കി ആക്സസ്, BMW, ഹോണ്ട ഇലക്ട്രിക്കും എല്ലാം പുതിയ കമ്പനികളാണ്, നമുക്കറിയാം. 331 യൂണിറ്റ്സ് ആണ് സുസുക്കി ആക്സസ് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്തിയത്. BMW ആണെങ്കിൽ 46 യൂണിറ്റ്സും അതേപോലെ ഹോണ്ട ഇലക്ട്രിക് വിൽപ്പന നടത്തിയത് 193 യൂണിറ്റ്സുമാണ്. ഇന്ത്യയിൽ ഹോണ്ട ഇലക്ട്രിക് അവരുടെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പം അവർ ഉള്ള സ്റ്റോക്ക് വിറ്റ് തീർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജനുവരി മാസത്തിൽ 133 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച മാറ്റർ എനർജീസിന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 66 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 50% വലിയൊരു ഇടിവാണ് മാറ്റർ എനർജീസ് നേരിട്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടി കേരളത്തിൽ എവിടെയെങ്കിലും വിൽപ്പനയുള്ളതായി ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ജനുവരി മാസത്തിൽ 344 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 266 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 22% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. ഓപ്പൺ റോറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജനുവരി മാസത്തിൽ 359 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഇവർക്ക് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 380 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 5% വളർച്ച കൈവരിക്കാൻ ഓപ്പൺ റോറിന് സാധിച്ചിട്ടുണ്ട്. ഈ മാസത്തെ എല്ലാ കമ്പനികളുടെയും മൊത്തം വിൽപ്പന എടുത്തു നോക്കിയാൽ എന്നിട്ട് അത് കഴിഞ്ഞ മാസത്തെ മൊത്തം വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തിയാൽ 8.7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കമ്പനികളും വിൽപ്പനയിൽ താഴോട്ട് പോയ സമയത്തും അത്യാവശ്യം പിടിച്ചു നിന്നത് ബജാജ് ചേതക്കാണ്. അതേപോലെ തെറ്റില്ലാത്ത രീതിയിൽ ഓപ്പൺ റോറും വിൽപ്പനയിൽ മുന്നോട്ട് കുതിച്ചപ്പോൾ ഇത്തവണ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് സിമ്പിൾ വൺ ആണ്. അതേപോലെ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് ഓലയുമാണ്. എന്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ 2026 വർഷാവസാനമാകുമ്പോഴേക്കും അല്ലെങ്കിൽ 2027 തുടക്കത്തിൽ ടോപ്പ് 10 ലിസ്റ്റ് ഏകദേശം ഇപ്രകാരമായിരിക്കും. 1ാം സ്ഥാനത്ത് TVS തന്നെ ആയിരിക്കാനാണ് സാധ്യത കാണുന്നത്. 2ാം സ്ഥാനത്ത് ഏഥർ എത്താനുള്ള സാധ്യത കൂടുതലാണ്. 3ാം സ്ഥാനത്ത് ബജാജ് ചേതക്കും 4ാം സ്ഥാനത്ത് ഹീറോ മോട്ടോകോർപ്പ് വീഡയുമായിരിക്കാനാണ് സാധ്യത. കേരളത്തിന് പുറത്ത് അത്യാവശ്യം തെറ്റില്ലാത്ത മാർക്കറ്റ് ഗ്രീവ്സിന് ഉള്ളത് കൊണ്ട് തന്നെ അവർ 5ാം സ്ഥാനത്ത് എത്താനാണ് സാധ്യത കാണുന്നത്.
അപ്പോഴേക്കും സിമ്പിൾ എനർജീസ് 6ാം സ്ഥാനത്തേക്ക് വരേണ്ടതാണ്. സത്യം പറഞ്ഞാൽ റിവർ മൊബിലിറ്റി ഈ സമയം കൊണ്ട് ഗ്രീവ്സിന്റെ മുകളിൽ വരേണ്ടതാണ്. പക്ഷേ EC06 ഇറങ്ങുന്നതോടുകൂടി റിവർ ഇന്ത്യ വാങ്ങണമെന്ന് കരുതിയ ഒരുപാട് പേര് EC06 എന്ന യമഹയുടെ ബ്രാൻഡിന്റെ പിറകെ പോകാനാണ് സാധ്യത. യമഹയും റിവറും ചേർന്നാണ് EC06 നിർമ്മിക്കുന്നതെങ്കിലും പരിവാഹൻ സെയിൽസ് ഡാറ്റയിൽ EC06 യമഹയുടെ കീഴിൽ വരാനാണ് സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ റിവർ അല്ലെങ്കിൽ യമഹ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും 7ാം സ്ഥാനത്തും 8ാം സ്ഥാനത്തും ഉണ്ടാവുക. ടെസറാക്ട് ഇറങ്ങുന്നതോടുകൂടി അൾട്രാ വയലറ്റും ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ബിഗോസും. ഇത് എന്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.